ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് വീട്ടിൽ. അപ്പം എങ്ങനെയാണ് ലാസ്റ്റ് ഡേ എന്ന് കാണാം. ഇന്ന് 8:30-ക്കാണ്, രാത്രി 8:30-ക്കാണ് എൻ്റെ ട്രെയിന്. അപ്പം അതിൻ്റെ മുന്നുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നോക്കാം നമുക്ക്. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് KMCTയിലോട്ട് പോവാണ്. അയ്യോ വീണു. എൻ്റെ ഓർമ്മകൾ വരുന്നുണ്ടോ? ഇവിടെയെന്നോ എൻ്റെ പണ്ടത്തെ സ്കൂള്, LKG UKG. എന്താ മാറി? കുട്ടികളെ ജയിച്ചു പോകുമ്പോ ആര് സാധാരണ ലിറ്റിൽ ഫ്ലവറിലൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ആദ്യം LKG UKG സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 1ഉം 2ഉം വാറേ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കൊല്ലം 1ഉം 2ഉം കൂടെ. അപ്പം UKG ഞാൻ പോകാനിട്ട. അയ്യോ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ 4th വരെ ഉണ്ട്. ഇപ്പൊ 3rd വരെ. ഇനി 4th വരെ ആക്കുന്ന അങ്ങനെ ഇനി അടുത്ത 1 ഗ്രേഡ് അപ്ഗ്രേഡേഷൻ. എന്നിട്ട് ഒരു പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും. കുട്ടികളെ പാസ്സാകുമ്പോ 4-ആയി. ഇപ്പൊ 4ാം ക്ലാസ് കിട്ടി. അങ്ങനെയാണ് ലിറ്റിൽ ഫ്ലവർ ഒക്കെ തുടങ്ങിയത്. അല്ല, ലിറ്റിൽ ഫ്ലവർ അങ്ങനെയല്ലേ തുടങ്ങിയത്. ലിറ്റിൽ ഫ്ലവർ LKG UKG ഒന്നിച്ച് തുടങ്ങി. പിന്നെ ഫസ്റ്റ് ഇയർ അലീഷ അതൊന്നും എടുക്കില്ല പ്ലീസ്. ഫസ്റ്റ് ഇയർ LKG UKG, ഇത് 2ാമത്തെ കൊല്ലം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് ഇയർ, പിന്നെ അടുത്ത കൊല്ലം 4th, പിന്നെ ഒറ്റയടിക്ക് 7th, പിന്നെ ആ 7th. എല്ലാവരും സ്കൂളിൽ പോകുന്നു. ഇതല്ലേ IAM അല്ല അല്ലേ? അല്ല, റൈറ്റിലുള്ള അത് വേറെന്തുവാ? അത് NIT അല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. അത് നിരച്ചിന്റെ അടുത്ത് അവിടെ. അതവിടെ. ഇവിടെ ഫുള്ള് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പോണത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെയാ അല്ലേ? അല്ലേ? പണ്ട് എന്നെ കൊണ്ടുവന്ന് ആലോചിച്ചോട് ഒരു ഷെഡ് ഇട്ടിട്ടാണ് പോവുക ഇടയ്ക്കെങ്കിലും. എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഛർദിക്കൂ, പേപ്പൂര് പോവാണ് മീൻചന്തി എത്തുന്നതിന് മുന്നേ ഛർദിക്കൂ. അതാണ്. നമ്മൾ ഡാർജിലിംഗ് പോയത് ഓർമ്മയുണ്ടോ? ഓരോ ചെറുതിൽ ഓരോ ഛർദി. ഡാർജിലിംഗ് അല്ലല്ലോ, മറ്റേ ഗോവയെന്നല്ല ആരും മേത്ത് ഛർദിച്ചു. അത് ഞാൻ ചെറുതാകുമ്പോ 1 വയസ്സൊറ്റള്ളപ്പോ. 1 വയസ്സല്ല, 3 വയസ്സായിരിക്കും. 5 1.5 വയസ്സ്. ഞാൻ NIT കാലിക്കറ്റ് കാണിച്ചു തരാം. നമ്മളെ NIT കാലിക്കറ്റ്. ഇതെന്താ താഴെക്കൂടെ വഴിയില്ലേ? അത് എവിടുന്ന? താഴെക്കൂടെ വഴിയില്ലായിരുന്നു? ഈ റൈറ്റിലുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കയറാന്. അതാ ഞാൻ പറയാ, അണ്ടർഗ്രൗണ്ട് വഴിയുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ആയോന്ന് അറിയില്ല. ഇതും NIT കാലിക്കറ്റിന്റെ സ്ഥലമാണ്, ഇതുമാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്തോ സബ്വേ മാരി ഉണ്ടാക്കാം. നമ്മൾ KMCT എത്തി. ഇവിടെ മൊത്തം ഇത് റിസർച്ച് സെന്റർ. ഇനി എന്തൊക്കെയോ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഉള്ളിൽ തന്നെയാണ് കുറെ ഏക്കറുള്ളതാണ്. ഇത് ഹോസ്റ്റലല്ലേ? ഇത് ഹോസ്റ്റലല്ലേ? അത് ഹോസ്റ്റൽ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മളെ അച്ഛൻ താഴെ ഡ്രോപ്പ് ചെയ്യും. ഒരു ശീലായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വരുന്ന. 3-4 പ്രാവശ്യം വന്നില്ല അച്ഛാ ഈ വരവിന്. ഞാൻ ഇതിനിടയ്ക്ക് ആരും അറിഞ്ഞില്ല. ഞാൻ 2 ആഴ്ച ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്നു. നാഷണൽ കോളേജ് ഓഫ് ഫാർമസി. നമുക്ക് ഈ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഇവിടെ ആദ്യം പോണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് നേരെ വന്നിട്ട് പൾമണോളജി. ആക്കി വെക്കാന്ന് പറഞ്ഞു. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് ചായ സ്നാക്സ് ഒക്കെ കഴിക്കണം. അപ്പോൾ അച്ഛന്
ഇത് വേണം, പരിപാടി വേണം. ഇഷ്ടല്ല. എങ്ങനെ ഉണ്ട്? ഞാൻ അച്ഛനോടുള്ള സ്നേഹം കൂടിയിട്ട് ചായ ആക്കി. നമ്മളിപ്പം ഡോക്ടർ റൗണ്ട്സ് പോയതാണ്, അതിന് വെയിറ്റ് ചെയ്യാൻ. നമ്മൾ വീട്ടിൽ നിന്ന് 8:45 ഇറങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ സമയം 12:15, 3.5 മണിക്കൂർ. എൻ്റെ ട്രെയിൻ എത്ര മണിക്കാണ് അറിയോ? 8:30. വിഷമമുണ്ട് ഞാൻ പോകുന്നതിന്. അത് ഇപ്പോഴൊന്നും വരൂലല്ലോ. നമുക്കൊന്നും വരാൻ പറ്റൂലേനി. ഇവിടുന്ന് MSc പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിട്ട് ഞാൻ ട്രിവാൻഡ്രം അല്ലേ? നവംബറിൽ പോയിട്ട് പിന്നെ വരുന്ന ഞാൻ ജനുവരിയിലിട്ടോ. നവംബറിൽ പോയിട്ട് ജനുവരി, അതേമാതിരി ഞാനും പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയപ്പോൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഞാൻ ഓണത്തിന് പോയിട്ട് ഡിസംബറിലല്ലേ വന്ന്. ആദ്യം ഇവിടെ കണ്ണൂരായിരുന്നു. അപ്പോൾ എനിക്ക് ആഴ്ചക്കാഴ്ച അല്ല 2 ആഴ്ച കൂടുമ്പോൾ വരെയായിരുന്നു. അല്ല വിഷമുണ്ടോ? പറഞ്ഞില്ല. എന്തിനാ വിഷമം? നിങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് പോകണ്ടേ? എന്നും ഇങ്ങനെ നിന്നാൽ മതിയോ? ഞങ്ങൾ പറന്ന് പോകണം, പറന്ന് പോകണം. ഞങ്ങളൊക്കെ ഇനി ഒന്ന് ഫ്രീ ആവണ്ടേ? ഇപ്പോൾ വണ്ടിയൊക്കെ ഓട്ടിക്കാൻ ഈ പഠിച്ചു. ഇനി ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെ കൂടെ അയ്യോ കരഞ്ഞ് അയ്യോ അയ്യോ വേണ്ടിയില്ല. എന്നിനിപ്പോൾ പോവാന്ന് ടെൻഷനെ ഞാൻ കരയിപ്പിച്ച്. എന്താണ് ചാർജ് ഇല്ല. ഇപ്പം അമ്മേൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അമ്മ എന്നെ മിസ് ചെയ്യോ? പിന്നെ പാത്രം കഴുകാനാരോ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാനാണ് രാത്രി പാത്രം കഴുകി കൊടുക്കുന്നത്. ഇനി ഡാഡി കഴുകി തരും. അയ്യോ സക്സസ്ഫുള്ളി നമ്മൾ എല്ലാം തീർത്തു. ഇനിയിപ്പം ജസ്റ്റ് കാർഡ് മാത്രം മേടിച്ചാൽ മതി. അമ്മ പോവല്ലേ? കുറച്ച് മണിക്കൂറും കൂടി എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ? അമ്മ ട്യൂഷൻ എടുക്കാൻ പോവാ. ഷൈ ആണോ? മിസ് ചെയ്യൂ എന്നെ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാത്രം കഴുകാനാണ്. എന്നെ കൊണ്ടാക്കാൻ വരുമോ? ഇല്ലില്ല. കൊണ്ടാക്കാൻ വരുമോ? നോക്കാം. കേൾക്കാം. ഓഫ് ചെയ്യൂ. ഇതാ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ചെയ്തിട്ടാ കൂടിയേ? 52 സഫീഷ്യൻ്റാ? അല്ല ഇനിയും വേണോ? പോവണം. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഗേളാണ്. എൻ്റെത് റെഡിയായി. 2 മാസം ഉണ്ടാവോ? 3 ആൾക്കാർ. 3 ആൾക്കാരും പിന്നെ 2 ആൾക്കാരെ ഈ കുഞ്ഞു അവനെ പിടിക്കുന്നത്. മൈ ഗോഡ്. ആ എൻ്റെ ക്ലാസ് പഠിച്ച ഉറങ്ങും. ചമ്മന്തി, അച്ചാർ, തൈര്, പപ്പടം. നമ്മൾ ഫുള്ള് കഴിക്കുക അല്ലേ? പറ്റുമോ? നമ്മൾ ഫുഡ് കഴിച്ചു. അംബിക ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി അമ്മേനെ ട്യൂഷൻ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോകും. അമ്മേൻ്റെ ഞാൻ വീട്ടിൽ. ബൈ. ഞാൻ വരണേ. മിസ് യു. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. പക്ഷെ ഇടയ്ക്ക് നല്ല മഴയില്ലേ? അവിടെ നല്ല വെയില. ഇപ്പൊ അവിടെ പോയ ഒരു 50 ഡിഗ്രീന്റെ ചൂടാന്നാ പറയുന്നത്. പെട്ടെന്നൊരു ചേഞ്ചിന് ആയിരിക്കും പ്രശ്നം വരിക. അങ്ങനെ വീട്ടിൽ വന്നിട്ട്
കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അപ്പം തന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഇനി വേഗം എല്ലാം പാക്ക് ചെയ്യണം. ഇപ്പോൾ 4 മണി കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തീർത്തിട്ട് ഇരിക്കണം. പാക്കിംഗ് എല്ലാം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു കുറച്ച് കോൺസെൻട്രേറ്റഡ് ജീരകവെള്ളം ഉണ്ടാക്കുന്നത്. സോ അത് ഉണ്ടാക്കാൻ പോവാം. കോൺസെൻട്രേറ്റഡ് കൂടും. നീ ഇതിവിടെ കിടന്ന് പതച്ചോട്ടെ. ഇത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. കോൺസെൻട്രേറ്റഡ് ആയി എന്ന് നമുക്ക് തോന്നുന്നത് മതിയാവും. എനിക്കിന്ന് ഭയങ്കര മോഷൻ സിക്നെസ് ഒക്കെ മാറി. നമ്മൾ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 hours ട്രാവൽ ചെയ്തല്ലോ കാറിൽ. തീരെ പറ്റുന്നില്ല. സോ എന്തൊക്കെയൊക്കെയോ അപ്പം അതുകൊണ്ട് ജീരക വെള്ളമൊക്കെ സെറ്റാക്കി. ശരിയായാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയാലും 2 ദിവസത്തേക്ക് ഉണ്ടാവും. കാരണം അവിടെ എത്തിയാലും ഞാൻ മിക്കവാറും കാറിനായിരിക്കും പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ കുറേ ദൂരമാവും. ലൈക്ക് കുറേ ടൈം ഇരിക്കേണ്ടി വരും. ട്രാഫിക് അങ്ങനെ കൂടും. കാരണം പീക്ക് ടൈമിലായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്ന. നാളെ രാവിലെ ആയിരിക്കും എത്തുക. അല്ലെങ്കിൽ നോക്കാം. ഇറങ്ങാൻ ടൈം ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എനിക്കൊരു ലൈം ടീ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്നുണ്ട്. കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കണ്ട. ട്രെയിനിൽ കഴിക്കാൻ എനിക്ക് വയ്യ. അപ്പം ലൈം ടീ കുടിക്കട്ടെ. ഓട്ടമായിരുന്നു, വയ്യ. അമ്മ എനിക്ക് ഫ്രഷ്ലി ഫ്രം ഗാർഡൻ മുളക് പറിക്കാമല്ലേ? എനിക്ക് വേണ്ട സാധനം ഉണ്ടാക്കാൻ. ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പാക്കിംഗ് ഇസ് ഡൺ. ഈ 3 ലഗേജാണ് ഉള്ളത്. ആൻഡ് ഒരു ഹാൻഡ് ബാഗും കൂടി. അത്രേ ഉള്ളൂ. പോവാണ്. അയ്യോ ചിന്ത ഓറാക്കില്ല. അങ്ങനെ ഞാൻ പോവാണ്. പാണ്ടിക്കോലം. അച്ഛാ ബൈ.